പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധമേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണ വഴി ഇടയാക്കണമേ. പരിശുദ്ധമ്മേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറമക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശടയാളത്തിൽ ദൈവശക്തിയാൽ ഞാൻ മക്കളെ ആശ്വസിച്ച് പ്രാർത്ഥിക്കുക. ഇപ്പോൾ നീ എൻ്റെ മനസ്സിൽ തോന്നിക്കണത് വിവാഹത്തിന് വേണ്ടി മനസ്സമ്മതം നടത്താൻ പോകുന്നവരും അതുപോലെ തന്നെ വിവാഹത്തിൻ്റെ ആലോചനകൾക്ക് വേണ്ടി മക്കളുടെ ജീവിത പങ്കാളികൾക്ക് വേണ്ടി ഉഴറി നടക്കുന്നവരും അവരുടെ ഒരു പരിശ്രമങ്ങളെ എബ്രാഹത്തിൻ്റെ മകനെ അനിയുക്തയായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്താൻ വേണ്ടി നീ ഫൃത്തിന് അയച്ചതുപോലെ കർത്താവെ, ജീവിത പങ്കാളി അന്വേഷിക്കുന്നവർക്ക് യഥാകാലങ്ങളെ കണ്ടെത്താൻ വേണ്ടി എന്നെ കണ്ടെത്താൻ നീ ഇടയാക്കുമെന്ന് പറഞ്ഞതുപോലെ കർത്താവ്, ദൈവത്തെ കണ്ടെത്തുന്ന പോലെ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ അന്വേഷിക്കുകയും കണ്ടെത്തുമെന്നാണ് നീ പറഞ്ഞല്ലേ കർത്താവ്. അവർക്കെല്ലാം കണ്ടെത്തലിൻ്റെ ആശീർവാദം നൽകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടി ആരെല്ലാം പേടിക്കുന്നുണ്ടെങ്കിൽ ഈശോയെ അവരെ നീ ബ്ലോക്ക് ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങനെ വിശ്വസിക്കുന്നവർ ഒരു മനുഷ്യനെയും പേടിക്കരുത് ഈശോയെ. ആ രീതിയിൽ അവർക്ക് ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും നൽകണം പ്രാർത്ഥിക്കുന്ന ഈശോയെ. ഓരോരോ കാര്യങ്ങൾക്ക് വീട് വെക്കാൻ പോകുന്നവർ, സ്ഥലം വാങ്ങാൻ പോകുന്നവർ, പെണ്ണ് കാണാൻ പോകുന്നവർ, പുരുഷൻ്റെ മകളെ കെട്ടാനുള്ള ചെറുക്കൻ്റെ വീട്ടിൽ പോകുന്നവർ, അവിടെയൊക്കെ സംസാരങ്ങളിലൊക്കെ പലപ്പോഴും പെശകി വരികയും നല്ലത് നഷ്ടപ്പെടുകയും അവന് പിശാചികയിൽ പ്രവർത്തിക്കുകയും സാത്താന് അവസരം കൊടുക്കുകയും സ്വന്തം കോയ്മകൾ പറയുകയും അതിൻ്റെ പേരിൽ തല്ലിപ്പിരികയും ഇങ്ങനെ ഉണ്ടാകുന്ന കർത്താവ് പിശാചിൻ്റെ അവസരങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ബന്ധിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ അന്നു വേണ്ട ആഹാരത്തിനായി നിൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും കർത്താവിനെ ആശീർവദിക്കട്ടെ. നീ ആശ്രയം വെച്ചിരിക്കുന്നവർ അതിൽ നിന്ന് സ്കിപ്പായി പോകാതിരിക്കാൻ വേണ്ടി യേശുക്രിസ്തു നാമത്തെ ഞാൻ ബന്ധിക്കുന്നു. Lord Jesus Christ, pour out His Spirit, touch with the fire finger, soak with the precious blood. The authority of the Catholic Church, with the power of Jesus Christ, with the merits of the Holy Priesthood, I bless you. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച്
കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. നമ്മൾ പറയാം മനുഷ്യനായാൽ അങ്ങനെയൊക്കെയാണെന്ന് പറയും. മനുഷ്യനായാൽ കുറെ നന്മ ഉണ്ടാകും, കുറെ തിന്മ ഉണ്ടാകും എന്ന് പറയും. ഈ മനുഷ്യനായാൽ എന്നുള്ള സംഭവത്തിന് അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ്, ഡ്യൂപ്ലിസിറ്റി എന്ന് പറയും നമ്മൾ. ഈ ഡ്യൂപ്ലിസിറ്റി ബൈബിള് സീറോ ടോളറൻസാണ്, അതിനോട് യോജിക്കണില്ല. ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇതിനാണ് തിരിച്ചറി കാർഡ് ഇറക്കിയിരിക്കുന്നത്. നല്ല മരത്തിൻ്റെ തിരിച്ചറി കാർഡ്, നല്ല ഫലത്തിൽ നിന്ന് മരത്തെ തിരിച്ചറിയാവുന്നല്ല പറയണത്. മത്തായി 12:33. ഒന്നുകിൽ വൃക്ഷം നല്ലത് ഫലവും നല്ലത്, അല്ലെങ്കിൽ വൃക്ഷം ചീത്ത ഫലവും ചീത്ത. എന്തെന്നാൽ ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നത്. പലരും ദൈവത്തെ ഉപേക്ഷിക്കുന്നതും ദൈവത്തിൻ്റെ വഴിയെ നടക്കാൻ പേടിക്കണതും അല്ലെങ്കിൽ സൗകര്യപൂർവ്വം അത് ഒഴിവാക്കുന്നതിൻ്റെ കാര്യം ലോകാരൂപിയാണ്. അവിടെ സ്ഥാനം പോവും, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന പോലുള്ള സൂത്രപ്പണികളിലൂടെ 10 പൈസ ഉണ്ടാക്കാൻ പറ്റത്തില്ല. അപ്പം അവർ നിശ്ചയിക്കുന്നത് മനുഷ്യൻ്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി എന്ത് കൂതറ വർത്തമാനം പറയാൻ പറ്റത്തില്ല. ഇപ്പം എന്തുമാത്രം കൂതറ വർത്തമാനം ആൾക്കാർ പറയുന്നത്. ഇപ്പം ഞാനൊരു TV ചാനലിൽ ശ്രദ്ധിച്ചപ്പോൾ എന്താണ് ഗേ പുരുഷരതിക്കാർ വന്നിട്ട് സംസാരിക്കുകയാണ്. ആ പുരുഷരതിക്കാരെ അംഗീകരിച്ചുകൊണ്ട് ആയിരക്കണക്കിന് കമൻസാണ് താഴെ കിടക്കുന്നത് മുഴുവനും. അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇപ്പം ഈശോ പറയും അത് ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ അറിയാമെന്ന് പറയും. അവരുടെ വോട്ട് വേണവരും അല്ലെങ്കിൽ അവരുടെ കൂടി അപ്ലോസ് കിട്ടുന്നവരും അവരെ കൂടി ഉൾക്കൊണ്ടേ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ദൈവത്തെ അവർ സൗകര്യപൂർവ്വം ഒഴിവാക്കും. കാര്യം ദൈവം ഡയറക്റ്റ് ഒരു മനുഷ്യനെ അറ്റാക്ക് ചെയ്യാത്ത കൊണ്ട്, അതുകൊണ്ട് ഡയറക്റ്റ് അവർ ഇക്കണോമിക്കായിട്ട് സേഫ് ആയതുകൊണ്ടും ആരോഗ്യമായിട്ട് സേഫ് ആയതുകൊണ്ടും ഈ ലോകത്ത് അപ്പം ഈ ജീവിതം, അതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. 1 Corinthians 15:19. ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ഇപ്പം ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളതാണെങ്കിൽ സകല മനുഷ്യരേക്കാൾ അവർ ഹതഭാഗ്യരാണെന്നാണ് സെന്റ് പോൾ പറയണത്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള പലപ്പോഴും, ഞാൻ പോളിനേക്കാൾ വലിയ ആളാണെന്നല്ല പറയണത്, നമ്മൾ പ്രായോഗികമായിട്ട് ആൾക്കാർ ഡീൽ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന സത്യം, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം പ്രത്യാശ വെച്ചിട്ടുള്ള ആളിനെ ക്രിസ്തുവിൽ പ്രത്യാശ വെക്കാൻ പറ്റത്തില്ല. അതാണ് നമ്മൾ പ്രായോഗികമായിട്ട് കാണുന്നത്. ഈ ജീവിതവും ആ ജീവിതത്തിനെ ദൈവതുല്യമായിട്ട് കാണുകയും ക്രിസ്തുവിനെ ഉൾക്കൊള്ളുകയും ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു
ത്രൈവ് നമ്മുടെ ഭാഗത്ത് നിന്ന് എപ്പോഴും ഉണ്ടാകും. അതുകൊണ്ടാണ് ദൈവത്തെയും മാമോനെയും. മത്തായി 6:24 രണ്ട് യജമാനന്മാരെ സേവിക്കാൻ. അതിന് ഈശോ 2 യജമാനന്മാരെന്നാണ് പറയണത്. രണ്ട് യജമാനന്മാരാണ്. ഒന്ന് ലോകം, അല്ലെങ്കിൽ ഒന്ന് പൈശാചികമായിട്ടുള്ള തിന്മകൾ, ഒന്ന് ദൈവത്തിൻ്റെ കാര്യങ്ങൾ. ഇപ്പം 2 യജമാനന്മാരെ ഒന്നിച്ച് സേവിക്കാൻ ആൾക്കാരെപ്പോഴും ശ്രദ്ധിക്കണ ഇതാണ്. അതുകൊണ്ടാണ് അതുകൊണ്ട് അതേ എന്ന് ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ, അതേ എന്ന് ആയിക്കട്ടെ, അല്ലെങ്കിൽ അല്ലെന്ന് ആയിക്കട്ടെ, ഇത് പുറത്ത് വരുന്നത് പിശാചിൽ നിന്ന് വരുന്നതാണ്. അതുകൊണ്ട് 2 യജമാനന്മാരെ സേവിക്കുക സാധ്യമല്ല. ഇതേ ഒരു ഐഡിയ ആണ് ഈശോ ഒരു വാട്ടർ ടൈറ്റായിട്ട് കമ്പാർട്ട്മെൻ്റലൈസ് ചെയ്തിരിക്കണം ഈ വിഷയത്തിന്. പക്ഷേ നല്ല വൃക്ഷമെങ്കിൽ നല്ല വൃക്ഷം, നല്ല ഫലം; ചീത്ത വൃക്ഷമെങ്കിൽ ചീത്ത ഫലം. ഇപ്പം നല്ല വൃക്ഷത്തിൽ ചീത്ത ഫലം കാണാൻ പറ്റത്തില്ല. ചീത്തയായതുകൊണ്ടാണ് നല്ല വൃക്ഷത്തിലെന്ന് പറഞ്ഞിട്ട് പിന്നെ ചീത്ത ഫലം ദൈവം പ്രതീക്ഷിക്കണില്ല. ഹല്ലേലൂയ. എൻ്റെ പേര്, ഞാൻ ഫോർട്ട് കൊച്ചിയിൽ നിന്നാണ് വരുന്നത്. 2017 ഉടമ്പടി എടുത്തത്. എൻ്റെ പേര് യേശുദാസ് എന്നാണ്. എൻ്റെ വൈഫിൻ്റെ പേര് ക്രിസ്റ്റീന. മോക്കയുടെ പേര് മരിയ ഏഞ്ചൽ എന്നാണ് ഇട്ടേക്കുന്നത്. മൂത്ത മകന് 12 വയസ്സാണ്. 12 വർഷം കഴിഞ്ഞിട്ടാണ് എനിക്ക് കുഞ്ഞിനെ ഈശോയും അമ്മയും തരുന്നത്. ഉടമ്പടി എടുത്തത് ആദ്യത്തെ ആവശ്യമാണ് എൻ്റെ അമ്മ നടത്തി തന്നേക്കണത്. അതുപോലെ തന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് എൻ്റെ കുഞ്ഞിനെ പ്രഗ്നൻ്റ് ആയിരിക്കണമെന്ന കാര്യം തന്നെ അറിയുന്നത്, ഈശോ അറിയിച്ചു തന്നത്. 7 മാസം ആയപ്പോഴത്തേക്കും 2 ഡോക്ടർമാരായിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും കൊച്ച് വികലാംഗനായിരിക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഗർഭപാത്രത്തിൽ നിന്ന് വെച്ച് തന്നെ കൊച്ചിനെ എടുത്തു കളയാൻ വേണ്ടി ഡോക്ടർമാർ പറഞ്ഞായിരുന്നു. മെഡിക്കൽ ടെസ്റ്റിൽ ഡോക്ടർമാർ വരെ പറഞ്ഞായിരുന്നു. പ്രാർത്ഥന ഫലം കൊണ്ട് ഞങ്ങൾ അങ്ങാടിങ്ങാടൊന്നും പോയൊന്നുമില്ല. അപ്പോൾ എന്തായാലും കുഴപ്പമില്ല, എന്താണെങ്കിലും ഞങ്ങൾ സഹിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ അമ്മ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസത്തിൽ ഞങ്ങളങ്ങനെ മുന്നോട്ട് പോയി. പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പ്രഗ്നൻ്റായിരിക്കുന്ന സമയത്ത്, കാരണം ഞങ്ങൾക്ക് വീട്ടിൽ സൗകര്യമില്ലാത്തതാണ്, ഞങ്ങളൊരു ഒരു പഴയ വീട് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെള്ളം കയറുന്ന വീടും കൂടിയായിരുന്നു. അപ്പം ഞങ്ങൾ എടുത്ത് 1 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോണത്, ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് കൊച്ചിനെ. അതുപോലെ ഞങ്ങൾക്ക് കൊറോണ വന്നായിരുന്നു 7-ാം മാസം. കൊച്ചിനെ കൊറോണ വന്നിട്ട് ഞങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് പോയി. ഞങ്ങളെ കൗൺസിലർ ആംബുലൻസ് വഴി പോയായിരുന്നു. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവിടെ എറണാകുളത്തുള്ള ഡോക്ടറായിട്ട് മെഡിക്കൽ കോളേജിലെ ഡോക്ടർ സംസാരിച്ചപ്പോഴത്തേക്കും പറഞ്ഞ്, എറണാകുളത്തെ ഡോക്ടർ പറഞ്ഞ് ചീട്ടെടുത്തിട്ടും തിരിച്ച് വിട്ടേക്കാൻ വേണ്ടി പറഞ്ഞ് ഞങ്ങളുടെ എറണാകുളം ഹോസ്പിറ്റലിലേക്ക് തന്നെ. അപ്പോൾ ഡോക്ടർ പറഞ്ഞാൽ അത് പറ്റൂല. അങ്ങനെ നേരെ ഞങ്ങൾ തിരിച്ച് ഫോർട്ട് കൊച്ചിയിലേക്ക് ആംബുലൻസിൽ പോരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെ തിരിച്ച് എത്തണതിന് മുമ്പ് തന്നെ RDO വിളിച്ചായിരുന്നു. ഞങ്ങൾ ഇതിങ്ങനെ നിന്നോ തിരിച്ച് തന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്നിട്ട് പിന്നെ വൈഫിനെ അഡ്മിറ്റാക്കി പിറ്റേ ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് പോന്ന്. ഞങ്ങൾ കൊറോണ സെക്ഷനിലുള്ള, അപ്പോൾ വീട്ടിൽ തന്നെ തിരിച്ച് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഡോക്ടർമാർ വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ അങ്ങോട്ട് ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോഴത്തേക്കും ഡോക്ടേഴ്സ്മാർ പറഞ്ഞ് കൊച്ചിനുള്ള ഉടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ നിങ്ങൾ വന്നം. ഞങ്ങൾ പൈസയും കൊണ്ട് ഓടി ഇറന്നിട്ട് ആംബുലൻസായിട്ട് ഇവിടുന്ന് കടകളൊക്കെ വരെ പൂട്ടിക്കിടുന്ന വെച്ച്. അപ്പോൾ അവിടെ നിന്ന് വെച്ചാൽ അവർക്കിടെ മക്കളെ നോക്കാൻ വേണ്ടി വന്നേക്കണ ചേച്ചിമാരും ചേട്ടന്മാരും പറഞ്ഞ്, എന്താണ് മോനെ നിങ്ങൾക്ക് വേണ്ടത്? അത് അവർക്കിടെ മക്കളിൽ നിന്ന് വെച്ചാൽ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എല്ലാം എടുത്തു തന്ന് ഈശോ ഞങ്ങൾക്ക്. കൊച്ചിന് ഒരു അസുഖവും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഈശോ തന്നതിന് 1000 നന്ദികൾ പറഞ്ഞാലും തീരാത്ത. എനിക്ക് ഉടമ്പടി പുതുക്കിയതിന് ശേഷം കിട്ടിയ അനുഭവം,
ഞാൻ ഉടമ്പടി പുതുക്കിയതിന് ശേഷം ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പം അത് കറക്റ്റായിട്ടൊന്നും ഫോളോ ചെയ്തില്ല. ബൈബിൾ വായനയില്ലായിരുന്നു, അതേപോലെ ഉപവാസം എടുക്കാറില്ല, അങ്ങനെ പല കാര്യങ്ങളും ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷെ ഞാൻ ഉടമ്പടി രണ്ടാമത് പുതുക്കിയതിന് ശേഷം ഞാൻ കംപ്ലീറ്റ് പ്രാർത്ഥനയുടെ സിസ്റ്റങ്ങൾ മാറ്റി ഞാൻ കറക്റ്റായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ തുടങ്ങി. പ്രാർത്ഥന കറക്റ്റ് ടൈമിന് ചെല്ലും, അതേപോലെ തന്നെ ബൈബിൾ വായിക്കും, പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുമായിരുന്നു. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ 2 വർഷമായി ഇസ്രായേലിന് പോകാൻ വേണ്ടി പേപ്പർ വർക്ക് തുടങ്ങിയിട്ട് എനിക്ക് പേപ്പർ വർക്കുകളൊന്നും നടക്കുന്നില്ല. അങ്ങനെ ബുദ്ധിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഞാൻ UK നോക്കി, പോളണ്ട് നോക്കി, സ്ലോവാക്യ നോക്കി, 4 രാജ്യങ്ങൾ നോക്കി. 4 ഒരു കാര്യങ്ങളും നടക്കുന്നില്ലായിരുന്നു. അന്നേരം ഉടമ്പടി പുതുക്കിയതിന് ശേഷം എൻ്റെ ഫ്രണ്ട് എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, എടാ ഇങ്ങനെ ഇസ്രായേലിന് പെട്ടെന്നൊരു വിസയുണ്ട്, നോക്കിക്കോളാൻ പറഞ്ഞു. ഞാൻ പേപ്പർ വെച്ച് ഏകദേശം ഒരു 15 ദിവസത്തിനുള്ളിൽ അതിൻ്റെ പ്രൊസീജിയർ തുടങ്ങി. എനിക്ക് മത്താഷ് വന്നു. എനിക്ക് വരുന്ന ആഴ്ചയോടുകൂടി ഇസ്രായേലിൽ കയറി പോകണം. അതെൻ്റെ ഒന്നാമത്തെ ഞാൻ വെച്ച ഒരു ഇതാണ്. രണ്ടാമത് വെച്ച എൻ്റെ പിള്ളേരുടെ പഠിത്തമാണ്. എനിക്ക് 3 പെൺപിള്ളേരാണ്. അവർ ബിലോ ആവറേജ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്, വലുതായിട്ട് പഠിക്കുകയൊന്നുമില്ലായിരുന്നു. കാര്യങ്ങൾ അങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നപ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി പുതുക്കുന്നത്. ഉടമ്പടി പുതുക്കിയതിന് ശേഷം പിള്ളേർ നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒരു കാര്യങ്ങളും പറയേണ്ട, അവർ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി. എല്ലാ പ്രാർത്ഥനകൾക്കും കാര്യങ്ങളൊക്കെ അവർ സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എനിക്ക് രണ്ടാമത്തെ അനുഭവസാക്ഷ്യം കിട്ടി. പിന്നെ മൂന്നാമതുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ കയ്യിൽ നമ്മൾ റബ്ബർ ഷീറ്റ് ഒഴിക്കുമ്പോൾ അതിൻ്റെ ഒരു ആസിഡിൻ്റെ പൊടി വീണിട്ട് കൈ വെളുത്ത് വരുന്ന പാണ്ട് പോലെ വരുന്നൊരിതുണ്ടായിരുന്നു. എന്ന് പറയുന്നത് കുറച്ചല്ല, ഭയങ്കര വൃത്തികേടായിരുന്നു. അത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് അത് സാക്ഷ്യത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഈ ഉടമ്പടി ഞാൻ പുതുക്കിയതിന് ശേഷം അത് കംപ്ലീറ്റ് എനിക്ക് മാറി കിട്ടി. 4ാമത് ഞാൻ വെച്ചത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ സിസ്റ്റർ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു സിസ്റ്ററാണ്. സിസ്റ്റർക്ക് ബ്ലഡ് കോട്ടിങ് ആവുക. ബ്ലഡ് കോട്ടിങ് ടീച്ചറാണ്. എൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന ഒരു ടീച്ചറാണ്. ടീച്ചറുടെ ബ്ലഡ് കോട്ടിങ് ആവുന്ന ഒരു അസുഖമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഉടമ്പടി രണ്ടാമത് പുതുക്കാൻ വേണ്ടി വരുന്നത്. പുതുക്കാൻ വരുമ്പോഴത്തേന് ഞാൻ പറഞ്ഞായിരുന്നു സിസ്റ്ററുടെ ഇതിന് ഞാൻ ഉടമ്പടി വെച്ചോളാം എന്ന് പറഞ്ഞു. ഉടമ്പടി ഞാൻ വെച്ചു. ഉടമ്പടിയിൽ വെച്ചിട്ട് സിസ്റ്റർക്ക് ഏതാണ്ട് 80% അസുഖങ്ങളും കുറഞ്ഞു. 80% എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരാഴ്ച പഠിപ്പിക്കുകയാണെങ്കിൽ അടുത്ത 2 മാസത്തിന് ലീവ് എടുക്കുന്ന ഇതായിരുന്നു, പ്രകൃതിയായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി സിസ്റ്റർ കംപ്ലീറ്റ് കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ടാബ്ലറ്റ് ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ 5ാമതുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, എൻ്റെ അമ്മയ്ക്ക് വിശ്വാസമില്ലായിരുന്നു. അമ്മ എന്നോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ എന്തിനാ ഇവിടെ കൃപാസനത്തിൽ പോകുന്നത്? നമ്മുടെ പള്ളിയിലും മാതാവില്ലേ, അവിടുന്ന് പ്രാർത്ഥിച്ചാൽ പോരെ എന്ന് ചോദിക്കുമായിരുന്നു. പക്ഷേ അങ്ങനെ ഇരിക്കുമ്പോഴത്താണ് ഞാൻ ഈ രണ്ടാമത് ഉടമ്പടി പുതുക്കിയതിന് ശേഷം അമ്മ എന്ത് കാണിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഉടമ്പടി തയ്യൽ എടുത്ത് നമ്മുടെ ജവമാലയൊക്കെ കഴിഞ്ഞിട്ട് ഉടമ്പടി തയ്യൽ എടുത്തിട്ടാണ് നമ്മൾ നെറ്റിയെ കുരിശ് വരച്ചിട്ടാണ് നമ്മൾ പ്രാർത്ഥന ചെല്ലേണ്ടത്. അന്നേരത്തിന് ഞാൻ അമ്മയുടെ നെറ്റിയിൽ ഇത് കുരിശ് വരച്ചു കൊടുത്തു. ഒന്നും പറഞ്ഞില്ല. ഇപ്പം എന്നേക്കാൾ വിശ്വാസത്തിൽ അമ്മ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എനിക്കിത് നടത്തി തന്ന പരിശുദ്ധ അമ്മയും തിരുക്കുമാരനാണെന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ ഇസ്രായേലിന് പോകുന്നത് ഞാൻ പഠിച്ച ഏജൻസിയല്ല എന്നെ കൊണ്ടുപോകുന്നത്, വേറെ ഏജൻസിയാണ്. അതും എൻ്റെ അമ്മ എൻ്റെ കാര്യങ്ങളെല്ലാം നടത്തി തരുമെന്ന് ഉറച്ച് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ദൈവത്തിനും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. എൻ്റെ പേര് ബെനീറ്റ ഷാജി. ഞാൻ വയനാട് പുൽപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാനൊരു യാക്കോബായ സഭ വിശ്വാസിയാണ്. ഞാൻ കൃപാസനത്തിനെ പറ്റി അറിയുന്നത് ഞാൻ നഴ്സിങ്ങിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു റൂംമേറ്റ് വഴിയാണ്. പക്ഷേ അന്നൊന്നും ഇത്ര ആഴത്തിൽ എനിക്ക് കൃപാസനത്തിനെ പറ്റി അറിയത്തില്ലായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പഠിച്ച് ജോലിക്കൊക്കെ കയറിയ സമയത്ത് ഇവർ കൃപാസനത്തിലെ യൂട്യൂബ് ചാനലിലെ സാക്ഷ്യം കാണുകയും അതുവഴി കൃപാസനത്തിനെ പറ്റി കുറേ അറിയുകയും, പിന്നെ എനിക്കറിയാവുന്ന കുറേ പേര് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അവരെനിക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയും അങ്ങനെ കൃപാസന മാതാവിനെ പറ്റി ഞാൻ കൂടുതൽ അറിയുകയും ചെയ്തു. അങ്ങനെ ആ സമയത്താണ് എനിക്ക് OET എഴുതേണ്ട ആ ഒരു തീരുമാനത്തിലോട്ട് വന്നത്. അപ്പോൾ OET എഴുതാൻ ഞാൻ ആദ്യം പഠിച്ചിരുന്നു, പക്ഷെ അന്നൊന്നും എനിക്ക് എഴുതാൻ പറ്റിയിരുന്നില്ല. അങ്ങനെ ഞാൻ ജോലി റിസൈൻ ചെയ്തിട്ട് OET പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊരു തോന്നൽ വരുന്നുണ്ടായിരുന്നു, കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കണം എന്ന്. അങ്ങനെ ഞാൻ പലപ്പോഴും കൃപാസനത്തിൽ വരാൻ ശ്രമിച്ചപ്പോഴും എനിക്ക് കുറേ തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരാൻ ആരുമില്ല,
അങ്ങനെ എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ സ്ഥലം, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. അങ്ങനെ ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. അങ്ങനെ പക്ഷെ ഞാൻ മാതാവിനോടൊന്നും പ്രാർത്ഥിക്കുമായിരുന്നു, എനിക്ക് OETക്ക് നല്ലൊരു ഡേറ്റ് മാതാവ് കാണിച്ചു തരണം. അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചത് ജനുവരി 28 ഒരു എക്സാം ഡേറ്റ് ഉണ്ടായിരുന്നു, അന്ന് എടുക്കാനായിരുന്നു. പക്ഷേ അന്ന് എനിക്ക് എടുക്കാൻ സാധിച്ചില്ല. പിന്നെ ഞാൻ ഫെബ്രുവരി 25 ഡേറ്റ് എടുക്കാമെന്ന് വിചാരിച്ചു. അന്നും അപ്പം അങ്ങനെ വിചാരിച്ചിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എൻ്റെ മനസ്സിലോട്ട് ഫെബ്രുവരി 11 എന്നുള്ളൊരു ഡേറ്റ് വന്നു. അപ്പോൾ ആ ഡേറ്റ് ഞാനിങ്ങനെ വീട്ടിലൊക്കെ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ സംസാരിച്ചപ്പോൾ എൻ്റെ അപ്പ എന്നോട് പറഞ്ഞു, അന്ന് ലൂർദ് മാതാവിൻ്റെ പെരുന്നാളാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഉറച്ചു വിശ്വസിച്ചു അതെനിക്ക് മാതാവ് കാണിച്ചു തന്ന ഡേറ്റാണ്. അപ്പോൾ ഞാൻ അന്ന് തന്നെ മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ച് ഞാൻ ഡേറ്റ് ബുക്ക് ചെയ്തു, എക്സാം ബുക്ക് ചെയ്തു. എന്നിട്ട് ഞാൻ അത് കഴിഞ്ഞ് പിന്നെ ജനുവരി 31, 2023 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അങ്ങനെ ഞാൻ അന്ന് ഉടമ്പടി എടുത്ത് പോയി. അങ്ങനെ ഉടമ്പടി എടുത്ത് അവിടെ ഫ്രണ്ടിൽ ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അവിടെ നറുക്കിട്ട് കിട്ടുന്നതിൽ എന്തെങ്കിലും എനിക്കും കൂടെ കിട്ടുമോ എന്ന് എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി. പക്ഷേ ഞാനത് കാര്യമാക്കിയില്ല, ഞാൻ വിട്ടു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിൽ കയറി കഴിഞ്ഞപ്പോൾ ആദ്യം ആണുങ്ങളുടെ സൈഡിൽ ഒരു സിസ്റ്റർ കൊണ്ട് 2 നറുക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് പെണ്ണുങ്ങളുടെ സൈഡിലോട്ട് വന്നു. അപ്പോൾ ആ സിസ്റ്റർ എടുത്തു പറഞ്ഞു, OET അല്ലെങ്കിൽ IELTS എഴുതുന്നവർ മുന്നോട്ട് വരാൻ പറഞ്ഞു. അപ്പം ഞാൻ വേഗം കൈപൊക്കി. അപ്പോൾ എനിക്ക് ചന്ദനത്തിരി പിടിക്കാനുള്ള അവസരം കിട്ടി. അങ്ങനെ മാതാവിൻ്റെ കൂടെ ഒന്നിച്ച് മാതാവിനോട് ചേർന്ന് നടന്ന് ഈ അൾത്താരയിലോട്ട് വരാനുള്ള ഭാഗ്യം എനിക്ക് മാതാവ് വന്ന് തന്നു. അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടിയൊക്കെ എടുത്ത് പോയി. എന്നും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. കാരണം എനിക്ക് ഒരു മെറിറ്റും ഇല്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാൻ വെറും മലയാളം മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ്. മോക്ക് ടെസ്റ്റൊക്കെ നടത്തുമ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ 42-ൽ 13 മാർക്ക് വരെ കിട്ടിയ ആളാണ് ഞാൻ. എനിക്ക് എല്ലാ മൊഡ്യൂളും പാസ്സാവുന്ന തന്നെ എന്നെക്കൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടുള്ള കാര്യമായിരുന്നു. അപ്പോൾ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ആശ്രയം. ഞാൻ എപ്പോഴും മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മാതാവും ഈശോയും എൻ്റെ അടുത്ത് വന്ന് എൻ്റെ വലത്തും ഇടത്തും ഇരുന്ന് എനിക്ക് വേണ്ടി എക്സാം എഴുതണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ എക്സാമിൻ്റെ അന്ന് ഫെബ്രുവരി 11 ഞാൻ ഡേറ്റ് എടുത്തു. അങ്ങനെ ഞാൻ എക്സാമിനൊക്കെ പോയി. എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റാണിത്. പക്ഷെ എനിക്കറിയത്തില്ലായിരുന്നു, ഞാൻ ആദ്യമായിട്ട് പോകുന്നതാണ്. ഞാൻ ഭയങ്കര വിറച്ചാണ് പോയത്. മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിച്ചു, കൊന്തിയൊക്കെ ചൊല്ലിയാണ് ഞാൻ പോയത്. അപ്പം ഞങ്ങൾ പോകുന്ന വഴിയിൽ ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന ഞങ്ങളുടെ വണ്ടിയുടെ മുന്നിൽ പോകുന്ന വണ്ടികളുടെ ഒക്കെ കളറ് ഇവിടുത്തെ മാതാവിൻ്റെ സിൽവർ കളറ് ഉള്ള വണ്ടികൾ മാത്രമേ ഞങ്ങളുടെ വണ്ടീൻ്റെ മുന്നിൽ കൂടെ പോകണുള്ളൂ. അപ്പോഴൊക്കെ ഞാൻ കൊന്തയൊക്കെ ചൊല്ലി വിശ്വാസ പ്രമാണമൊക്കെ ചൊല്ലിയിട്ടാണ് ഞാൻ പോണത്. അങ്ങനെ എക്സാം സെൻറ്ററിലൊക്കെ എത്തി. എനിക്ക് ആദ്യം ഭയങ്കര പേടിയായിരുന്നു. ഞാൻ വിറച്ചാണ് എക്സാം തുടങ്ങിയത്. എൻ്റെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ലിസണിങ് ആയിരുന്നു. അപ്പം ലിസണിങ്ങിൻ്റെ സമയത്ത് ആദ്യത്തെ പാട്ട് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയോ കേട്ടത് ഞാൻ എഴുതി വെച്ചു. അപ്പോൾ ഞാൻ എല്ലാ എക്സാം ഇത് തുടങ്ങുന്നതിന് മുന്നേ ഞാൻ എൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ കാശുരൂപം ആ ബുക്ക്ലെറ്റിൻ്റെ മേലെ വെച്ച് വിശ്വാസ പ്രമാണവും സർവശക്തിയുള്ള പിതാവ് നന്മ നിറഞ്ഞ മറിയമേയും ചൊല്ലിയിട്ടേ ഞാൻ ആ ബുക്ക്ലെറ്റ് തുറക്കുള്ളായിരുന്നു. പിന്നെ ഓരോ പേജിൻ്റെ മേലെ ഞാൻ കുരിശ് വെച്ച് മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ പാട്ട് കഴിഞ്ഞു. B&C പാട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, കേൾക്കുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. പക്ഷെ ആരും എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ഉത്തരങ്ങൾ പറഞ്ഞു തരുമായിരുന്നു. ഇന്ന A ആണെങ്കിൽ A ബബിൾ ചെയ്യണം, B ആണെങ്കിൽ B ബബിൾ ചെയ്യണം. ഓരോ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കുമ്പോഴും എനിക്കിങ്ങനെ പറഞ്ഞു തരുമായിരുന്നു. അപ്പോൾ അത് മാത്രമാണ് ഞാൻ ബബിൾ ചെയ്ത് വെച്ചത്. അങ്ങനെ ലിസണിങ് കഴിഞ്ഞു. റീഡിങ് എത്തിയപ്പോൾ റീഡിങ്ങിൻ്റെ പാട്ട് എന്ന് പറഞ്ഞാൽ പാട്ടിൽ 20 ക്വസ്റ്റ്യൻ ഉണ്ടാവും. 20 ക്വസ്റ്റ്യൻ നമ്മൾ 15 മിനിറ്റ് കൊണ്ട് തീർക്കണം. ഒരിക്കലും ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കലും ആ 20 ക്വസ്റ്റ്യൻ ഞാൻ 15 മിനിറ്റ് കൊണ്ട് തീർത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ആ എക്സാമിൻ്റെ അന്ന് എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചിട്ട് ആ 15 ക്വസ്റ്റ്യൻ ഞാൻ വെറും 10 മിനിറ്റ് കൊണ്ട് തീർത്തു. അതെനിക്ക് മാതാവ് തന്ന വലിയൊരു അനുഗ്രഹമാണ്. എന്നിട്ട് ബാക്കി 5 മിനിറ്റ് ഞാൻ ആ എഴുതിയ ആൻസറൊക്കെ ക്രോസ് ചെക്ക് ചെയ്തു. കാരണം ആ റീഡിങ്ങിൻ്റെ പാർട്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് അവിടെയാണ് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അവിടെ ടൈം അഡ്ജസ്റ്റ്മെൻറ്റ് കിട്ടിയില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റീഡിങ്ങിന് പാസ്സാവില്ല. അങ്ങനെ ആ റീഡിങ്ങിൻ്റെ പാർട്ടിൽ എൻ്റെ മാതാവ് എന്നെ സമയം എനിക്ക് ക്രമീകരിച്ച് തന്ന് എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. പിന്നെ റീഡിങ്ങിൻ്റെ B&C പാർട്ട് വന്നപ്പോൾ വലിയ പാരഗ്രാഫുകളാണ്.
പക്ഷെ ഞാൻ വായിച്ചിട്ടൊന്നും എൻ്റെ തലയിൽ കയറുന്നില്ല. ഞാൻ എന്താ വായിക്കുന്നത്, എന്താ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ലായിരുന്നു. എന്നിട്ട് പക്ഷെ ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പം എൻ്റെ ഉള്ളിലിരുന്ന് എനിക്ക് ആരോ ആൻസർ പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. നീ എ ബബിൾ ചെയ്യ് അല്ലെങ്കിൽ ബി ബബിൾ ചെയ്യ്, ഇങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നുണ്ടായിരുന്നു. എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറയുന്നത് കേട്ടിട്ട് ഞാൻ ഓരോ ആൻസറും ബബിൾ ചെയ്ത് വെച്ചു. പിന്നെ നെക്സ്റ്റ് മൊഡ്യൂൾ വന്നത് റൈറ്റിംഗ് ആയിരുന്നു. റൈറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അന്ന് കിട്ടിയ കേസ് നോട്ട് അത്യാവശ്യം വലിയ കേസ് നോട്ടായിരുന്നു. അതും എനിക്ക് കേസ് വായിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. എന്താ എഴുതണ്ടേ, ആ ലെറ്ററിൽ എഴുതേണ്ട ഡയഗ്നോസിസ് പോലും എനിക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. ഒരു ലെറ്ററിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പാർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പർപ്പസാണ്. പക്ഷേ ഞാൻ ലെറ്റർ എഴുതി പുറത്തിറങ്ങി ഓരോ പിള്ളേരിങ്ങനെ പറയുന്നത് കേട്ടു അതിൻ്റെ പർപ്പസിനെ പറ്റി. അപ്പോൾ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ എഴുതിയ പർപ്പസിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ്. അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് ഇവരൊന്നും പറയുന്ന പോലെയല്ല ഞാൻ എഴുതി വെച്ചേക്കുന്നേ, മാതാവ് വലിയൊരു അത്ഭുതം പ്രവർത്തിച്ചാലേ ഞാനിവിടെ ജയിക്കുള്ളൂ. എൻ്റെ ഈ ആൻസർ ബുക്ക്ലെറ്റ് മാതാവ് തന്നെ പോയി നോക്കണം, എന്നാലേ ഞാൻ പാസ്സാവുള്ളൂ എന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. പിന്നെ റൈറ്റിങ്ങിന് നടന്നതെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് 40 മിനിറ്റ്സാണ് റൈറ്റിംഗ് എഴുതാനുള്ള ടൈം. പക്ഷേ എനിക്ക് കേസ് നോട്ട് ഒന്നും മനസ്സിലാവുന്നില്ലാത്തതുകൊണ്ട് ഞാൻ എഴുതും വായിക്കും അങ്ങനെ തന്നെ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പെട്ടെന്ന് ഞാൻ ടൈമർ നോക്കുമ്പോൾ ബാക്കി 19 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നുള്ളൂ. ആ 19 മിനിറ്റിൽ പെട്ടെന്ന് എനിക്ക് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല എന്തായാലും 19 മിനിറ്റിൽ. കാരണം ഞങ്ങൾ 40 മിനിറ്റ് കിട്ടിയാൽ പോലും ചില സമയത്ത് ആ ലെറ്റർ തീർക്കാൻ പറ്റില്ല. അപ്പോൾ വെറും ആ 19 മിനിറ്റിൽ ഞാൻ എങ്ങനെയാണ് ആ ലെറ്റർ തീർക്കാമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ വന്നിട്ട് എൻ്റെ കൺമുന്നിൽ കണ്ട കുറേ സെൻറ്റൻസുകൾ